ഹായ് ഹലോ, ലൈവ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഒപ്പീനിയൻ പറയുന്നത്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമയുടെ ഒപ്പീനിയൻ ആയിട്ട് വരുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി വർഷങ്ങൾക്ക് മുമ്പ് ബെന്യാമിൻ എഴുതിയ ആട് ജീവിതത്തെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ പൃഥ്വിരാജ് ചിത്രമാണ് ആട് ജീവിതം. കഥ ബെന്യാമിന്റെയും അതുപോലെ തിരക്കഥ, സംഭാഷണം, സംവിധാനം ബ്ലസ്സി. കഴിഞ്ഞ ഒരു 16 വർഷത്തെ അധ്വാനമാണ് നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞ ആട് ജീവിതം എന്ന സിനിമ. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി മേലാൽ ഞാൻ ആ സിനിമ കാണില്ല. മോശം സിനിമയായതുകൊണ്ടല്ല, ഇനി ആ സിനിമയുടെ വിഷ്വൽസ് ഒരിക്കൽ കൂടി കാണാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇനി സിനിമ കാണാൻ താല്പര്യപ്പെടുന്നില്ലാത്തത്. അതുപോലെ നല്ല മനോഹരമായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്തു നമ്മുടെ സംവിധായകൻ ബ്ലസ്സി. പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി റോളെന്ന് വേണമെങ്കിൽ പറയാം. ആ നജീബ് എന്ന് പറയുന്ന ആ വ്യക്തി അനുഭവിച്ച അത്രയും ദുഷ്കരമായ ആ ജീവിതം നല്ല രീതിയിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് പൃഥ്വിരാജ് അവതരിപ്പിച്ചത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് നാഷണൽ അവാർഡോ മറ്റും ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അതുമാതിരി ഒരു നല്ല എക്സലന്റ് പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ശരിക്കും പൃഥ്വിരാജാണെന്ന് നമുക്ക് തോന്നിയല്ല, നജീബ് എങ്ങനെയാണോ അതാണ് അദ്ദേഹം അതിനകത്തായി ചെയ്തു വെച്ചിരിക്കുന്നത്. കൂടാതെ അതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അഭിനയിച്ചവരെല്ലാം അവർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരും മോശമാണെന്നും പറയാനൊന്നും പറ്റിയില്ല. അവർ നല്ല ക്യാമറയാണ്, നല്ല തിരക്കഥയാണ്. എന്തുകൊണ്ടും നമുക്ക് മസ്റ്റ് വാച്ചബിൾ സിനിമയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര്, നിങ്ങൾക്ക് നിർബന്ധമായും അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് ആട് ജീവിതം. വളരെ ഇമോഷണൽ ത്രില്ലറാണ്. അതായത് നമ്മൾ ഇമോഷണലിലൂടെ ഉണ്ടാകുന്ന ഓർത്ത് മാത്രം പോയി സിനിമ കാണുക, ഒരു വേറൊരു എന്റർടൈൻമെന്റ് പ്രതീക്ഷിക്കരുത്. നമ്മൾ ശരിക്കും ആ സിനിമയുടെ നമ്മൾ അലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് മാറിപ്പോകുന്ന ഒരു സിനിമയാണ് ആട് ജീവിതം. അത് നമ്മൾ ആകാശദൂതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒരിക്കലും കാണാൻ തോന്നിയില്ല എന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് നമ്മുടെ ആട് ജീവിതം. എന്തായാലും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഇതിന്റെ സംവിധായകൻ, ഇതിന്റെ ക്യാമറമാൻ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആൾ നമ്മുടെ പൃഥ്വിരാജാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും, ഇതിന്റെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ.